ഹലോ വണക്കം. ഇന്ന് നമ്മുടെ ഒപ്പം തൃശ്ശൂരാനും ഇവിടെ ശ്രീചരണൊക്കെ ഇട്ടിട്ടാ. ഇവരെ രണ്ടുപേർക്ക് അത്യാവശ്യം ആൾക്കാർക്കൊക്കെ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊരു കാര്യം കിട്ടും. അതായത് നമ്മുടെ പുറമേന്ന് വന്നിട്ടുള്ള കുറച്ച് ഉണ്ണികൾക്ക് കിട്ടാണ്ട് തിരിച്ച് മടങ്ങി പോണ ഒരു അവസ്ഥ. അതായത് കലോത്സവത്തിന് വന്നിട്ട് പരിപാടികൾ നല്ലവണ്ണം അവതരിപ്പിച്ചിട്ട് അവർക്ക് വേണ്ടി വെച്ചിട്ടുള്ള ഫുഡ് അവർക്ക് പോലും കിട്ടാണ്ട് വരുന്ന ഒരു അവസ്ഥ. അതൊരു വലിയൊരു അവസ്ഥ തന്നെയാണ്. ജസ്റ്റ് തൃശ്ശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിന്റെ അടിക്ക് പോലും വണ്ടി ഓട്ടോറിക്ഷക്കാർ എടുക്കണില്ല കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ എല്ലാം ബ്ലോക്ക് ആക്കിക്കണം. അതായത് നമ്മുടെ നാട്ടിലേക്ക് ഒരു പരിപാടിക്ക് വേണ്ടി വന്നിട്ട് അവര് നട്ടം തിരികെ അവിടെ വന്നിട്ട് അതിലെ പോകാൻ പറ്റില്ല, ഇതിലേ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചക്കത്തെ ഫുഡ് പോലും അവർക്ക് കൊടുക്കാൻ പറ്റില്ല. അതായത് ഞങ്ങളുടെ പാസ് വരെ ഉണ്ടായിട്ട് കടത്തി വിടാത്തൊരു അവസ്ഥ. ഈ കാര്യം ഞങ്ങൾ പോലീസുകാരോട് ചോദിച്ചപ്പോ പോലീസുകാർ പറഞ്ഞുള്ള കാര്യം നിങ്ങൾ ഞാൻ കേൾപ്പിച്ചു തരാം. ആൾക്കാർ വന്നിട്ട് അവിടെ മെസ്സിൽ ഭയങ്കര തിരക്കായി. അപ്പൊ പൊതുജനങ്ങൾ തന്നെ കംപ്ലൈന്റ്. അപ്പൊ അവിടെ ഭക്ഷണം കഴിഞ്ഞു. ഇന്നലെ 10-17 ആൾക്കാരാക്കിയ ഫുഡാണ്. അപ്പൊ അത് കഴിഞ്ഞു. നേരത്തെ വൈകിട്ട് ഒരാക്കിയ ഫുഡ് കഴിഞ്ഞു. അപ്പൊ അങ്ങനെ കഴിഞ്ഞപ്പോ പിന്നെ ഓർഡർ ആയിരുന്നു ഇതുവഴി ഇനി ആരും വിടണ്ട, ക്ലോസ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ഇന്ന് മുതൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇതുവഴി അതായത് നമ്മുടെ സ്റ്റേഡിയം ഈ വഴി പോകുന്ന തിരക്ക് കൊണ്ടാണോ അവിടെ ഫുഡ് കഴിയുന്നത്? അതോ വരുന്ന ആളുകൾക്കുള്ള ഫുഡ് അവിടെ തയ്ക്കാൻ പറ്റാണ്ടാണോ? അല്ല, ഇതുവഴി കയറുമ്പോൾ ആൾക്കാർ അൺഓതറൈസ്ഡ് ആയിട്ട് ഈ മെസ്സിന്റെ പുറകെ വഴി കയറുക. അപ്പം അത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഈ വഴി ബ്ലോക്ക് ചെയ്തിട്ട് മെയിൻ എൻട്രൻസ് മാത്രമേ ആക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് ഓട്ടോറിക്ഷക്കാർ പോലും വിളിച്ചെന്ന് വെച്ചാൽ അവിടേക്ക് എത്താൻ സമ്മതിക്കുന്നില്ല. കാരണം അവിടെ ബ്ലോക്കാണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് സൗകര്യത്തിന് ഇതിവിടെ നടന്നിട്ടെങ്കിലും ഇവിടേക്ക് എത്താനോ എന്നുള്ള പ്രതീക്ഷകളാണ് നമ്മൾ ഇവിടേക്ക് വരുന്നത്. ശരിയാണ്. പക്ഷേ തൃശ്ശൂർ അറിയണ കാരണമുണ്ടും തൃശ്ശൂരത്തിന്റെ സ്വന്തം അറിയണ കാരണമുണ്ടും തൃശ്ശൂരിന്റെ വഴികൾ അറിയണ കാരണമുണ്ടും ഇതിവിടെ കടന്നത്. അപ്പൊ നമ്മളെപ്പോൾ പോലും ഇത് കൂടെ കടക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോ നമുക്ക് കിട്ടിയ ഓർഡർ അങ്ങനെയാണ്. നമുക്ക് മേലധികാരികളിൽ നിന്ന് മേലധികാരികള് ഭക്ഷണത്തിന് വേണ്ടി വരുന്ന ഒരു സ്ഥലമാണ്. ഇവിടെയാണ് ഇങ്ങനെ ഒരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ വിദ്യാർത്ഥികൾ മുതൽ എല്ലാ സ്റ്റുഡൻസും എല്ലാവരും കിടക്കുന്ന ഒരു വഴിയാണ്. നിങ്ങൾക്കാണ് അവസരം തരേണ്ടത്. നിങ്ങളാണെങ്കിൽ പങ്കെടുക്കണ വിദ്യാർത്ഥികൾ, നിങ്ങളാണെങ്കിൽ പങ്കെടുക്കുന്ന കലാകാരന്മാര്. ഒരു കാര്യം പറയട്ടെ, സാറ് പറഞ്ഞ മറുപടിയാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചങ്കിയെ കൊണ്ടത്. ഇതിൽ കൂടെ വഴി പോണ കാരണം കൊണ്ടാണ് അവിടെ ഫുഡ് കഴിയണെന്ന്. ഞങ്ങളെ കയറ്റുന്നില്ല. ചെറിയ പിള്ളേര് വരിക അവിടെ നിക്കണ എത്രത്തോളം ഉണ്ട് നോക്ക്. ഭക്ഷണത്തിന് മുട്ടില്ലെന്ന ആളാണ് തൃശ്ശൂര്. അവിടെ ഒരു പരാജയം. മലപ്പുറത്ത് നിന്നുള്ള പിള്ളേരാണ്. ഇപ്പൊ മണി 2-2:30 ആവാറായി. ഇതുവരെ ഈ പിള്ളേർക്ക് വരെ ഫുഡ് വരെ കൊടുത്തിട്ടില്ല. ഞങ്ങക്ക് പാസ് വരെ ഉണ്ടായിട്ട് ഞങ്ങൾ അവിടേക്ക് കടത്തി വരുന്നില്ല. അതിന് നമ്മളവിടെ ആദ്യം കടത്തി വിട്ടാലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. പക്ഷെ അവിടെ കടത്തി പോലും വിടുന്നില്ല അവര്. പോലീസുകാരെ VIP അങ്ങോട്ട് കടത്തി വിടുന്നുണ്ട്. അല്ല, ഈ പരിപാടിക്ക് വന്നവരെ മാത്രമേ കടത്തുള്ളൂ. ഇവരൊക്കെ തിരിച്ചു പോകുന്നത് ഇവിടെ വഴിയില്ലാന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോകുന്ന ആളുകൾ പോലീസിനെ കണ്ടാ ചോദിക്കാൻ പറ്റുമോ? ഇനി നമ്മൾ പോകേണ്ടത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ കൂടെ കറങ്ങി പോണം. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എത്ര കറങ്ങി പോണം. ഇതിലെ സുഖമായിട്ട് പോകുന്ന വഴിയാണ്. പക്ഷെ നമ്മളെ പോലീസുകാർ അതിലെ കടത്തി വിടുന്നില്ല. നമ്മുടെ പാസ് വരെ ഉണ്ടായിട്ട് കടത്തി വിടുന്നില്ല. ഇത്രയും വയസ്സായി അമ്മ ഗൈസ്, അപ്പൊ സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമത്തോടെയാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യണത്. ഗൈസ്, അപ്പൊ നിങ്ങൾ പരമാവധി ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക. എല്ലാവരും ഈ സംഭവം അറിയിക്കുക. ഇനി നാളെ ഈ അവസ്ഥ ആർക്കും വരാൻ പാടില്ല. അപ്പൊ അടുത്ത വീഡിയോയില് കാണാട്ടാ. ശരി, ബൈ.